Good morning. Edge for Advanced Studies-inde BCOC 134 Business Mathematics and Statistics ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് 4 ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഇൻ ബിസിനസ് ആൻഡ് ഇക്കണോമിക്സ് എന്ന ആ ഒരു യൂണിറ്റാണ്. യൂണിറ്റ് 4 application of matrices in business and economics. ബിസിനസ്സിലും എക്കണോമിക്സിലും നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്ന മെട്രിസസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ? അതായത് നമുക്കിപ്പം എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മെട്രിക്സ് നമ്മൾ ആപ്ലിക്കബിൾ ആക്കുകയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരു ഡാറ്റ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് ദ മെട്രിസസ് ആർ യൂസ്ഡ് ബൈ എ ഫേം ഹാസ് എ 3 ഫാക്ടറീസ്. ഒരു ഫേമിന് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഫാക്ടറീസ് ഉണ്ട്. അത് F1, F2 ആൻഡ് F3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫാക്ടറീസ് ഉണ്ട്. ഈ ഫാക്ടറീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 വെയർ ഹൗസസും ഉണ്ട്. അപ്പം ഈ ഒരു ഫാക്ടറിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യണം? ഈ ഒരു ഡാറ്റ നമുക്ക് മെട്രിക്സ് ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? വെയർ ഹൗസ്, ദെൻ ഫാക്ടറീസ്. വെയർ ഹൗസിൽ നമ്മൾ കെ രൂപത്തിൽ നമ്മളിവിടെ W1, W2, W3, W4 എന്നുള്ള രൂപത്തിലും ഫാക്ടറീസിന് F1, F2, F3 എന്നുള്ള രൂപത്തിൽ നമ്മളിവിടെ മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ റോ ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യാണ്. ദെൻ അത് നമുക്ക് വാല്യൂസ്, അതായത് എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം. 15, 17, 20, 12, 21, 10, 17, 19, 10, 27, 18, 16. സോ ഇപ്പം ഈ ഒരു ഫാക്ടറിയുടെ ഈ ഒരു ഫാക്ടറീസിൻ്റെ വെയർ ഹൗസും അതുപോലെ എത്ര ഫാക്ടറീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് ഈ ഒരു മെട്രിക്സ് രൂപത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സിന് നമുക്ക് ബിസിനസ്സിലും അതുപോലെ തന്നെ എക്കണോമിക്സിലും എന്ത് ചെയ്യാം? ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നതാണ് ഇതിനൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയുന്നത്. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു പാർട്ടായിട്ട് പറയുന്നതാണ് ഈ ഒരു ഡിമാൻഡും സപ്ലൈ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്നുള്ള ടേംസ് എല്ലാം നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മൈക്രോ എക്കണോമിക്സിൻ്റെ ആ ഒരു ഏരിയയിലാണ്. സോ ദ റിസൾട്ട് ഓഫ് ഇക്വിലിബ്രിയം ഇൻ റിലേഷൻ ബൈ ഇക്വാളിറ്റി ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം എന്നുള്ള ഏരിയയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഈക്വൽ ടു, ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. ഡിമാൻഡ് സപ്ലൈക്ക് ഈക്വൽ ആകുമ്പോഴാണ് നമ്മളെപ്പോഴും ഇക്വിലിബ്രിയം പോയിന്റിലെത്തി എന്ന് നമ്മൾ പറയാറുള്ളത്. അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഡി ഈക്വൽ ടു, അതായത് ഡിമാൻഡ് ഈക്വൽ ടു 100 മൈനസ് 6P. സപ്ലൈ ഈക്വൽ ടു 28 പ്ലസ് 3P. സോ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞ് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 100 മൈനസ് 6P ഈക്വൽ ടു 28 പ്ലസ് 3P എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിമാൻഡിൻ്റെ അതുപോലെ തന്നെ സപ്ലൈയുടെയും ആ ഒരു വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ഈക്വലൈസ് ചെയ്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ദെൻ റീഅറേഞ്ചിങ് ദീസ് ഫോം ഈസ് the 100 minus 28, that is 72, is equal to 9P, that is 6P plus 3P, that is 9P
that is P is equal to 8. So supply is equal to, that is നമുക്ക് എന്ത് ചെയ്യാം, ഈ P എന്ന ഈ ഒരു വാല്യൂവിന് നമുക്ക് സപ്ലൈയുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ആയിട്ടും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്ന രണ്ട് വാല്യൂസ്. സോ സപ്ലൈ ഈസ് ഈക്വൽ ടു 28 പ്ലസ് 3P, that is equal to 28 plus 3 into 8, that is 28 plus 24, that is equal to 52. So equilibrium price എന്ന് പറയുന്നത് ഇവിടെ equilibrium price is equal to 8 ഉം equilibrium quantity എന്ന് പറയുന്നത് എത്രയാണ് 52. ഓക്കെ, അതായത് നമുക്കിപ്പം ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഇക്വേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും എങ്ങനെ കിട്ടുന്നുണ്ട്, ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്നുണ്ട്. ദെൻ ഡിമാൻഡ് ഇക്വേഷൻസും സപ്ലൈ ഇക്വേഷൻസും നമുക്ക് വേറൊരു ഫോമിൽ നോക്കാം. dx, as demand is stands for d, dx is equal to 11 minus 2px plus py, then dy 8 plus px minus py. then സപ്ലൈയുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് ഈ രീതിയിലാണ്. x is equal to 1 plus 3px, that is sy is equal to 6 plus py. then dx എന്ന് പറയുന്നത് dy എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണെങ്കിൽ sx ആൻഡ് xy ആർ ദ ക്വാണ്ടിറ്റി സപ്ലൈ ആണ്. ഇത് ക്വാണ്ടിറ്റി സപ്ലൈ. ഓക്കെ, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ പി എക്സും പി വൈയും എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് പി എക്സ് ആൻഡ് പി വൈ ആർ പ്രൈസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും പ്രൈസിനെയാണ് നമ്മൾ പി എക്സ് ആയിട്ടും പി വൈ ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഈക്വലൈസ് ചെയ്യാം. അപ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു x is equal to qx, that is demand is equal to supply is equal to quantity. Therefore in terms the given equations we have substitute the values, that is 11 minus 2px plus py is equal to 1 plus, that is supply function 3px, that is equal to 3px പ്ലസ് 2px, ദാറ്റ് ഈസ് ഈ പി എക്സ് എന്നുള്ള ഈ വാല്യൂസ് രണ്ട് ഭാഗത്തുള്ള വാല്യൂസ് നമുക്ക് ഒരുമിച്ച് എഴുതിയിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാം. മൈനസ് പി വൈ ഈക്വൽ ടു 11 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 11 മൈനസ് 1 ആയിരിക്കും. ദെൻ 5px മൈനസ് പി വൈ ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതല്ലാത്തൊരു രീതി നമ്മൾ ചെയ്യുന്നത് 8 പ്ലസ് നമുക്ക് ഡി വൈ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ്റെ കൊടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പി എക്സ് മൈനസ് പി വൈ ഈക്വൽ ടു 6 പ്ലസ് പി വൈ, ദെൻ പി എക്സ് മൈനസ് 2py ഈക്വൽ ടു 6 മൈനസ് 8, ദെൻ മൈനസ് പി എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2. സോ ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതി നമുക്കതിനൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. അതായത് 5 മൈനസ് 1 മൈനസ് 1 2 മെട്രിക്സ് ഓഫ് പി എക്സ് പി വൈ ഈക്വൽ ടു മെട്രിക്സ് ഓഫ് 10 ആൻഡ് 2. 10 and 2. Then this equation using the matrix as a inverse matrixലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റുമ്പം നമുക്ക് എങ്ങനെ കിട്ടുന്നു, കൺവേർട്ട് ഇൻവേഴ്സ് മെട്രിക്സ്. അപ്പം പി എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് പി വൈ മെട്രിക്സ് ഓഫ് 5 മൈനസ് 1
-1 2 inverse 10 2 as a determinant of -1 -2 is equal to 9. സോ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ഡിറ്റർമിനൻസ് ഫോമിൽ വന്ന ഈ ഒരു മെട്രിക്സിനെ 5 -1 -1 2 എന്നുള്ള ഈ ഒരു മെട്രിക്സിന് നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് രൂപത്തിൽ നിന്നും നമുക്കതിനെ മാറ്റി എഴുതുമ്പം 2.42 2.22 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു വാല്യൂസ് കിട്ടുന്നത്. ദെൻ PX PY is equal to matrix of 2.42 2.22 എന്നുള്ള രണ്ട് വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതിൻ്റെയൊക്കെ വാല്യൂസ് ആണ്? PX is equal to 2.42 PY is equal to 2.22 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം മോഡലാണ്. നാഷണൽ ഇൻകം മോഡൽ എന്ന് പറയുന്നത് ഒരു അനദർ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ മെട്രിക്സ് അൽജിബ്ര. അത് മെട്രിക്സ് അൽജിബ്രയിൽ ഒരു അനദർ പാർട്ട് ഓഫ് ആപ്ലിക്കേഷനാണ് ഈ ഒരു നാഷണൽ ഇൻകം മോഡൽ എന്ന് പറയുന്നത്. രണ്ട് ഇക്വേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു എക്കോണമിയുടെ നാഷണൽ ഇൻകം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് നാഷണൽ ഇൻകത്തെ നമ്മൾ Y ആണ് ഇവിടെ നാഷണൽ ഇൻകം ആയിട്ട്, അതായത് നാഷണൽ ഇൻകത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Y ആണ്. ദെൻ C എന്ന് പറയുന്നത് കൺസംഷൻ, ദെൻ IO എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ B എന്ന് പറയുമ്പം കോൺസ്റ്റൻസ്. ഈ ഒരു ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? Y is equal to C plus IO. അതായത് നാഷണൽ ഇൻകം is equal to കൺസംഷൻ പ്ലസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് കൺസംഷൻ is equal to A plus BY. ഓക്കെ, സോ Y minus C is equal to IO എന്ന് നമുക്ക് ഇതിന് മാറ്റി എഴുതാം. ദെൻ മൈനസ് BY പ്ലസ് C is equal to A എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇനി നമുക്കതിന് വാല്യൂസ് കൊടുക്കുമ്പം മെട്രിക്സ് ഓഫ് 1 -1 -B1 then Y C is equal to IO and A എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. ദെൻ മെട്രിക്സ് ഓഫ് YC ഈക്വൽ ടു മെട്രിക്സ് ഓഫ് 1 -1 -B1 ഇൻവേഴ്സ് IO A. ഓക്കെ, ഇത്രയുള്ള നാഷണൽ ഇൻകം മോഡൽ. നമുക്ക് ആ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ നമുക്കൊരു ഇക്വേഷൻ തരും. ആ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതൊരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ നാഷണൽ ഇൻകം മോഡൽ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് അഥവാ IO എന്നാണ് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. IO എന്ന് പറയുന്ന രീതിയിലാണ്
ഈ ഒരു ഏരിയയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. IO ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർ ഇൻഡസ്ട്രി അനാലിസിസ്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർ ഇൻഡസ്ട്രി അനാലിസിസ്. ഇൻ്റർ ഇൻഡസ്ട്രി അനാലിസിസ് എന്നാണ് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ പൊതുവെ പറയാറുള്ളത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയസ് ഇൻഡസ്ട്രീസ്. അത് ഒരുപാട് ഇൻഡസ്ട്രീസിൻ്റെ ഇൻ്റർ ഡിപ്പെൻഡൻസും ഇൻ്റർ റിലേഷൻഷിപ്പുമാണ് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനൊരുപാട് എസംഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് എസംഷൻ എന്ന് പറയുന്നത് ഈച്ച് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസസ് ഓൺലി വൺ ഹോമോജീനിയസ് ഔട്ട്പുട്ട്. അതിന് എസംഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്തായിരിക്കണം? ഹോമോജീനിയസ് ഔട്ട്പുട്ട് ആയിരിക്കണം. ഈച്ച് ഇൻഡസ്ട്രീസ്, അതായത് ഓരോ ഇൻഡസ്ട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അഥവാ കൊമോഡിറ്റീസ് എങ്ങനെ ആയിരിക്കണം? ഹോമോജീനിയസ് ആയിരിക്കണം. ഒരേപോലെയുള്ള രീതിക്കാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് എങ്ങനെ പറയുന്നത്? നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൻ്റെ ഫസ്റ്റ് അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് production of each sector is subjected to constant return to scale. That is, twofold change in input will result to output. That is, ഇൻപുട്ടിൽ എന്ത് മാറ്റമാണോ ഉണ്ടാവുന്നത് അതിനനുസരിച്ചുള്ള മാറ്റം എവിടെ ഉണ്ടായിരിക്കണം? ഔട്ട്പുട്ടിലും ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് twofold change in input will result to the output. റിസൾട്ടഡ് ഇൻ ടു ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ആയിട്ടുള്ള അസംഷൻ പറയുന്നത് ടൂഫോൾഡ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് ആണോ വരുത്തുന്നത് അതേ ചേഞ്ചസ് എവിടെയും വരുത്തണം? ഔട്ട്പുട്ടിലും വരുത്തണം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ഈച്ച് സെക്ടർ റിമൈൻസ് ഫിക്സ്ഡ് ആൻഡ് കോൺസ്റ്റൻറ്റ്. അതായത് ദ റിക്വയർമെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് per unit of output ആണ്. per unit of output in each sector remains fixed and constant. എന്താണ്? പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ പെർ യൂണിറ്റ് എന്തായിരിക്കണം? ഓരോ സെക്ടറിലും ഫിക്സഡും ആയിരിക്കണം, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റും ആയിരിക്കണം. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദ ഫൈനൽ ഡിമാൻഡ് ഫോർ ദ കൊമോഡിറ്റീസ് ഗീവ്സ് ഫ്രം ഔട്ട്സൈഡ് ദ സിസ്റ്റം. എന്താണ്? നമുക്ക് ഔട്ട്സൈഡ് സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ഡിമാൻഡ് ഓഫ് കൊമോഡിറ്റീസ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്താ ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ദ ഫൈനൽ ഡിമാൻഡ് ഫോർ ദ കൊമോഡിറ്റീസ്, ഫൈനൽ ഡിമാൻഡ് ഫോർ കൊമോഡിറ്റീസ് given from ഔട്ട്സൈഡ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലേ? ഔട്ട്സൈഡ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഫൈനൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കപ്പെടുന്നത്. സോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൈമറി ഫാക്ടർ, ഇവിടെ എപ്പോഴും നമ്മൾ ഇവിടെ ഒരു പ്രൈമറി ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ലേബറെയാണ് നമ്മൾ പ്രൈമറി ഫാക്ടറായിട്ട് പറയുന്നത്. ലേബർ. So these two assumptions make the system is open-ended and in contrast is closed-ended എന്ന് രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു ഫാക്ടറെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് നമുക്ക് എന്ത് പറയാം? ഓപ്പൺ എൻഡഡ് എന്ന് പറയാം, ക്ലോസ്ഡ് എൻഡഡും ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് വരുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ വരുന്നുണ്ട്. അതായത് it is a disposition of the total products and total inputs among different industries. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഒരുപാട് ഇൻപുട്സുകളും അതുപോലെ തന്നെ ടോട്ടൽ പ്രോഡക്ട്സും എന്താണ്? നമ്മൾ ഡിസ്പോസിഷൻ ചെയ്യുകയാണ് എവിടെ?
ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിളിലൂടെ. സോ x1 ആൻഡ് x2 ആർ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് 2 സെക്ടേഴ്സ്. അതായത് 2 സെക്ടറുകളുണ്ട്. 2 സെക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് x1 x2 ആണ്. അങ്ങനെയെങ്കിൽ ഫൈനൽ ഡിമാൻഡ് ഓഫ് കൺസംഷൻ ഫോർ ഔട്ട്പുട്ട് ഓഫ് ദീസ് സെക്ടേഴ്സ് ആർ ഫൈനൽ ഡിമാൻഡ് ഫോർ കൺസംഷൻ F1 ആൻഡ് F2. ഓക്കെ, സോ ഫൈനൽ ഡിമാൻഡ് ഫോർ കൺസംഷൻ എന്ന് പറയുന്നത് F1 ആൻഡ് F2 എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി ഫാക്ടറായിട്ട് എപ്പോഴും ഇവിടെ ലേബറെയാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ പ്രൊഡ്യൂസിങ് വി ക്യാൻ അനലൈസ് ഇൻ ദിസ് ഫോം ലൈക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ. സോ പ്രൊഡ്യൂസിങ്, അതായത് നമുക്കിപ്പം 4 കോളമായിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അതായത് പ്രൊഡ്യൂസിങ് സെക്ടർ നമ്പർ, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടേഴ്സിന് നമ്പർ കൊടുക്കുക. ഫസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടേഴ്സ് നമ്പർ, ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി സെക്ടർ, ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി സെക്ടർ, ദെൻ ഇൻപുട്ട് റിക്വയർമെൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ്, ഇൻപുട്ട് റിക്വയർമെൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ് സെക്ടേഴ്സ്. ദെൻ റിക്വയർമെൻറ്റ് ഫോർ ഫൈനൽ യൂസേഴ്സ്, ഫൈനൽ യൂസേഴ്സ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസിങ് സെക്ടർ നമ്പർ വൈസ് ആയിട്ട് നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് സെക്ടറും അതുപോലെ തന്നെ ഇൻപുട്ട് റിക്വയർമെൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ് സെക്ടേഴ്സും റിക്വയർമെൻറ്റ് ഫോർ ഫൈനൽ യൂസേഴ്സിൻ്റെ ഡാറ്റ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പ്രൊഡ്യൂസിങ് സെക്ടർ നമ്പർ ഈസ് 1 2, ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് സെക്ടർ ഈസ് x1 ആൻഡ് x2. ദെൻ ഇവിടെ x1ഉം x2ഉം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ x11ഉം x21ഉം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇൻപുട്ട് റിക്വയർമെൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ് സെക്ടർ ഇവിടെ x12, ദെൻ x22, ദെൻ റിക്വയർമെൻറ്റ് ഫോർ ഫൈനൽ യൂസേഴ്സ് മീൻസ് F1 ആയിട്ടും F2 ആയിട്ടും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഈ ലാസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് ഇവിടെ പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുമ്പോൾ പ്രൈമറി ഇൻപുട്ട് ഈസ് ലേബർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ ടോട്ടൽ പ്രൈമറി ഇൻപുട്ട് ഈസ് ഈക്വൽ, ടോട്ടൽ പ്രൈമറി ഇൻപുട്ട് ഈക്വൽ ടു ലേബറിന് എന്ത് ചെയ്യണം, ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് L1 ആൻഡ് L2, ലേബർ 1 ആൻഡ് ലേബർ 2 എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു ടേബിള് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഒരു പോർഷനാണ് നമുക്ക് ഹോക്കിൻസ് സൈമൺസ് കണ്ടീഷൻസ് എന്നുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ മീൻസ് ഹോക്കിൻസ് സൈമൺസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇറ്റ് ഈസ് ഇഫ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സൊല്യൂഷൻ ഗീവ്സ് നെഗറ്റീവ് ഔട്ട്പുട്ട്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ ദെൻ ഇറ്റ് മീൻസ് ദാറ്റ് മോർ ദാൻ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഇൻ എവ്രി 1 യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. It is not realistic. That means such a system is not viable. This model guards against such eventualities. അതായത്
നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കൊമോഡിറ്റീസിൻ്റെയും റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഫെയിൽഡ് ടു ഇൻ ദിസ് ദാറ്റ് കണ്ടീഷൻ ഹാസ് ടു ബി ചേഞ്ചിങ് ഇൻ ദ ഹോക്കിൻ-സൈമൺ കണ്ടീഷൻസ്. അതായത് ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഇക്വേഷന്, ബേസിക് ഇക്വേഷൻ ദാറ്റ് ഈസ് I minus A inverse not give negative solutions. അതായത് നെഗറ്റീവ് സൊല്യൂഷൻസ് തരാത്ത രീതിയിലുള്ള ഒരു ബേസിക് ഇക്വേഷനാണ് I മൈനസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. വി നീഡ് ടു ഹാവ് മെട്രിക്സ് I മൈനസ് എ. നമുക്ക് I മൈനസ് എ എന്നുള്ള ഒരു മെട്രിക്സിലേക്ക് നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ് മസ്റ്റ് ഓൾവേസ് ബി പോസിറ്റീവ്. അതായത് ഹോക്കിൻസൺ കണ്ടീഷനിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം, അല്ലേ? നെഗറ്റീവ് ആവാൻ വേണ്ടി പാടില്ല. ദെൻ ഡയഗണൽ എലമെൻറ്റ്സ്. സെക്കൻഡ് ആയിട്ട് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 1 മൈനസ് A11, 1 മൈനസ് A22 ഷുഡ് ഓൾ പോസിറ്റീവ്. അതും പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് ഈ രണ്ട് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹോക്കിൻ-സൈമൺ കണ്ടീഷൻസ് പറയുന്നത്. ഓക്കെ, ദ കണ്ടീഷൻ ഈസ് ഡി മോർ ദാൻ 0. അതായത് 0-നെക്കാളും കൂടിയ വാല്യൂ ആയിരിക്കണം നമ്മുടെ ഡിറ്റർമിനൻസ് വാല്യൂ എന്നാണ് നമുക്ക് ഈ ഒരു കണ്ടീഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻസ് ഓഫ് 1 മൈനസ് A11 മൈനസ് A12, 1 മൈനസ് A21, 1 മൈനസ് A22 എന്നുള്ള ഈ ഒരു ഡിറ്റർമിനൻസിന് നമുക്ക് എന്ത് ചെയ്യണം? 0-നെക്കാളും കൂടിയ വാല്യൂ കിട്ടണം. സോ നമുക്കതിനെ മാറ്റി എഴുതുമ്പം 1 മൈനസ് A11 ഇൻറ്റു 1 മൈനസ് A22 മൈനസ് A12 ഇൻറ്റു A21 മോർ ദാൻ 0 എന്ന ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പം ഈ ഹോക്കിൻ-സൈമൺ കണ്ടീഷൻസിൽ ഇത്രയാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ I മൈനസ് എ എന്ന ഫോമിൻ്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ എങ്ങനെയായിരിക്കണം? അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് മെട്രിക്സ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള 1 മൈനസ് A11, 1 മൈനസ് A12 എക്സെട്ര ദീസ് ആർ ഓൾസോ പോസിറ്റീവ് വാല്യൂസ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആയ 0-നെക്കാളും കൂടിയ വാല്യൂസ്, അതായത് ഡി മോർ ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താണ്? 0-നെക്കാളും കൂടിയ വാല്യൂ ആയിരിക്കണം ഡിയുടെ ഡിറ്റർമിനൻസ് വാല്യൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഒരു ഏരിയയിലെ ലാസ്റ്റ് പോസ്റ്റാണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽസ്. ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽസ്. ഓക്കെ, സോ എന്താണ് മോഡൽ എന്ന് പറയുന്നത്? എ മോഡൽ ഈസ് എ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. അതുപോലെ തന്നെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആൻഡ് ഐഡൻറ്റിറ്റീസ് ദാറ്റ് സീക്സ് ടു എക്സ്പ്ലെയിൻ സം എക്കണോമിക് ഫിനോമിനന്. അതായത് ഒരു എക്കണോമിക് ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസിൻ്റെ ബേസിലോ അതല്ലെങ്കിൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മോഡൽ വൈസ് എന്ന് പറയുക. അപ്പോൾ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ വരണം എന്താണ്? ഒരു സെറ്റ് ഓഫ് ഇക്വേഷനോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു എക്കണോമിക് ഫിനോമിനനെ പറയുന്നതാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. Our model contains exogenous sector in the final demand which supplies primary input factor, that is labor, which are not produced these industries, consumes output of two producing industries. Such an ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഈസ് നോൺ ആസ് ഓപ്പൺ മോഡൽ. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലിനെ എപ്പോഴും എന്ത് പറയാം? ഓപ്പൺ മോഡലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്.
So input output model is ഓപ്പൺ മോഡലായിട്ടാണ് ഇവിടെ ഈ ഒരു ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ പറയുന്നത്. അപ്പം എന്താണ് എക്സോജീനിയസ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ? എക്സോജീനിയസ് വാരിയബിൾ മീൻസ് എ വാരിയബിൾ ഹൂസ് വാല്യൂസ് ഡിറ്റർമൈൻഡ് ഫ്രം ഔട്ട്സൈഡ് എ ഗിവൺ മോഡൽ. അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു വാരിയബിളിൻ്റെ വാല്യൂ പറയുന്നത് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ എക്സോജീനിയസ് വാരിയബിൾ. മീൻസ് എ വാരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ഔട്ട്സൈഡ് എ ഗിവൺ മോഡൽ. എക്സോജീനിയസ് വാരിയബിൾ. എക്സോജീനിയസ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ ഡിറ്റർമൈൻഡ് ഫ്രം ഔട്ട്സൈഡ്. വാല്യൂ ഡിറ്റർമൈൻഡ് ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്നാണ് ആ ഒരു വാരിയബിളിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ എക്സോജീനിയസ് വാരിയബിൾ. ദെൻ നെക്സ്റ്റ് വാരിയബിളാണ് എൻഡോജീനിയസ് വാരിയബിൾ. എൻഡോജീനിയസ് വാരിയബിൾ അതെന്തായിരിക്കും? ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വിത്തിൻ എ മോഡലാണ്. ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വിത്തിൻ എ മോഡൽ. ഇറ്റ്സ് വാല്യൂ ഈസ് ചേഞ്ച്. എക്സോജീനിയസ് വാരിയബിളിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് ചേഞ്ച്ഡ് ഓർ ഡിറ്റർമൈൻഡ് ബൈ വൺ ഓഫ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഇൻ ദാറ്റ് മോഡൽ. അതായത് ഏതെങ്കിലും ഒരു മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എൻഡോജീനിയസ് വാരിയബിൾ, ആ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ഓരോ മോഡലിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു വേരിയബിൾസിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. It includes the exogenous sectors in terms of final demand bill. Exogenous sectors നമ്മൾ ഒരു ഫൈനൽ ഡിമാൻഡ് ബില്ലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പറയുന്നത്. Along with the endogenous sectors in terms of end producing sectors. So the input output model which has endogenous final demand sector is known as closed മോഡൽ. അതായത് ക്ലോസ്ഡ് മോഡലിലേക്ക് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ വരുന്ന ഒരു കേസാണ് എൻഡോജീനിയസ്. അതായത് എൻഡോജീനിയസ് അതായത് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മോഡൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാം ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ക്ലോസ്ഡ് മോഡലായിട്ടാണ് ഈ ഒരു ഫൈനൽ ഡിമാൻഡ് സെറ്റിൽ നമ്മളതിനെ പറയാറുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ പോയിന്റ്സ് ആണ്? ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഇൻ ബിസിനസ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അതിനെ ഒരു മെട്രിക്സ് ഫോമിൽ ഒരു ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ നമുക്ക് എങ്ങനെ ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാം, അതായത് ബിസിനസ്സിലെയും എക്കണോമിക്സിലെയും ഓരോ ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു രീതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്കതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിമാൻഡും സപ്ലൈൻ്റെയും ഇക്വിലിബ്രിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളതിനെ ഇക്വേഷൻ ബേസ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ അനലൈസ് ചെയ്തു. ദെൻ നാഷണൽ ഇൻകം മോഡൽ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, അതുപോലെ തന്നെ ഹോക്കിൻസൺ സൈമൺ കണ്ടീഷൻസും, ദെൻ ലാസ്റ്റ് വൺ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ എന്നുള്ള ഈ ഒരു ഏരിയാസാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ബിസിനസ് മാത്തമാറ്റിക്സ് എന്നുള്ള ഈ ഒരു പാർട്ട് എയിലെ മെട്രിസസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് നമ്മളിപ്പോൾ 4 യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്, അതുപോലെ തന്നെ ഡിറ്റർമിനൻസ്, മെട്രിക്സ് അൽജിബ്ര ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഇൻ ബിസിനസ് ആൻഡ് ഇക്കണോമിക്സ്. ഈ 4 യൂണിറ്റുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് മെട്രിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഏരിയസും കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു മെട്രിക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും ലൈക്ക് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു യൂണിറ്റിലേക്കാണ് പോകാനുള്ളത്. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.